ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ കേക്കാണ്. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണിത്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു കേക്കാണിത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി 6 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കേക്ക് ടീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിലേക്കൊന്ന് ഓയിൽ തടവി കൊടുക്കാം. ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇത്രയും മതിയാവും. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചൊരു ബട്ടർ പേപ്പർ അടിച്ചു കൊടുക്കാം അടിയിൽ. ബട്ടർ പേപ്പറിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതേപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് ബട്ടർ പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ഓയിൽ നമുക്കൊന്ന് തടവി കൊടുക്കാം. ഒരു ബൗളെടുത്ത് ഞാനിതിലേക്ക് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2.5 കപ്പ് എന്ന് വെച്ച് കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 200 ml ഒരു കപ്പും 50 ml ഒരു കപ്പുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതായത് 1/2 കപ്പ് പഞ്ചസാരയാണിത്. 100 ml കപ്പാണിത്. നമുക്കൊന്ന് പൊടിച്ചൊന്ന് ബൗളിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് അടിച്ചിട്ട് വരാം. ഒന്നാമത്തെ സ്പീഡിൽ 30 സെക്കൻഡ് നേരം ഒന്ന് അടിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ നേരത്തെ അടിച്ച പോലെ തന്നെ ഒന്നാമത്തെ സ്പീഡിൽ നമുക്കൊരു 30 സെക്കൻഡ് കൂടി അടിച്ചിട്ട് വരാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ വെച്ച് കൊടുക്കാം. 50 ml കപ്പാണിത്. നമുക്ക് അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോ സ്പീഡിൽ തന്നെ ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് വരാം. നമ്മളുടെ ഈ ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. പൈനാപ്പിൾ എസൻസ് ഇല്ലെങ്കിൽ നമുക്കതിനെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അതിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കണേ. ഇതുപോലെ നമുക്ക് കുറേശ്ശെ ഇട്ട് പതുക്കെ നമ്മൾ ഈ ക്ലോക്ക് വൈസ് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മിക്സിങ് ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പാല് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 10 ഗ്രാമിൻ്റെ ഒരു ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. പാൽ തിളയ്ക്കണമെന്നില്ല, ഒന്ന് ചൂടായി വന്നാലും മതി. പാലിൽ കിടന്ന് ബട്ടർ മെൽറ്റാവുന്ന ആ സമയം മതി, അത്രയും ചൂടായാൽ മതി. ഇനി നമുക്ക് നമ്മുടെ പാലിന് നമുക്ക് ആ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈറ്റ് ഉണ്ടാവും. ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ഉണ്ടാവും. പിന്നെ ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് കറക്റ്റ് ബാറ്റർ ലെവലായിട്ട് വരും. ഒന്ന് ലൂസ് ആയിക്കോളും. ഓക്കെ, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്തിരി സമയമെടുത്താണെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, നമ്മുടെ ബാറ്ററി ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പാല് തിളപ്പിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു പാത്രം എടുത്ത് അടുപ്പ് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു റിങ്ങും വെച്ചിട്ടുണ്ട്. കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ആ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനകത്തുള്ള ബബിൾസുകളെല്ലാം എയറൊന്ന് വിട്ടു പോകാൻ വേണ്ടിയിട്ടാണ്. ബബിൾസൊക്കെ ഒന്ന് പൊട്ടിപ്പോയിക്കോളും. നമ്മളിങ്ങനെ തട്ടുമ്പോൾ തന്നെ അകത്തുള്ള എയർ പിടിച്ചിരിക്കുന്ന ബബിൾസ് എല്ലാം തട്ടുമ്പോൾ ഇങ്ങനെ പൊക്കോളും. ഇനി നമുക്കിതൊന്ന് എടുത്ത് നമുക്ക് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ പൊള്ളാതെ നോക്കണം. ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു പകട വെച്ചിട്ട് പിടിച്ച് നല്ലതായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഓക്കെ, നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 25 to 30 മിനിറ്റ് വരയ്ക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ കേക്ക് ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. നമുക്ക് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഇയർക്കിൽ കമ്പ് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. നമ്മളവിടെ കുത്തി നോക്കുമ്പോൾ നമ്മൾ ആ ടൂത്ത് പിക്കിലേക്ക് മാവ് നമുക്ക് ഒട്ടി വരുന്നില്ല. അപ്പോൾ അതിനർത്ഥം ആയി എന്നുള്ളതാണ്. നമ്മളിവിടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് ആറിയ ശേഷം നമുക്കിതിനൊന്ന് മാറ്റിയെടുക്കാം. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോകും. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയ ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണത്. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ എല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കേക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് നമുക്കിനി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഇടിവെട്ട് കേക്കാണത്. വീട്ടുകാരെയും വിരുന്നുകാരെയും നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയൊന്ന് ഞെട്ടിക്കാൻ പറ്റും. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്കാണിത്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്